എല്ലാം അതിന്റെ നിത്യാത്വത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. നിഷേധിക്കല്ല, ഈ കാണുന്നതൊക്കെ തെറ്റാന്ന് പറയല്ല ചെയ്യുന്നത്. ഇന്നതാണ്, ഇതൊക്കെ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ വയ്യ. അതേതോ അതാണ് നിത്യം. തസ്മാത് കാരണാത് ജീവേശ്വരയോ ഭേദബുദ്ധി ന സ്വീകാര്യ. അതുകൊണ്ട് ജീവനും ഈശ്വരനും തമ്മിൽ ഭേദബുദ്ധി സ്വീകാര്യമല്ല. നിർണയത്തിൽ തത്വബോധത്തിന്റെ നിർണയങ്ങളിൽ ഒന്നാണിത്. ഏത്? ജീവനും ഈശ്വരനും തമ്മിൽ ഭേദബുദ്ധി സ്വീകാര്യമല്ല. ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചാൽ അപ്പോ സംശയം ചോദിക്കുന്നത് പൂർവപക്ഷം. നമ്മൾക്ക് ചോദ്യമില്ലെങ്കിലും തത്വബോധത്തിൽ ചോദ്യം വരുന്നുണ്ട്, ഗ്രന്ഥത്തിൽ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഉറപ്പിച്ചില്ലേ? ഇതാണ് ഉറപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് തരുന്ന സന്ദേശം. എന്ത്? അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് നിർണയിച്ചു. എന്ത്? അതുകൊണ്ട് ഒരിക്കലും ജീവനും ഈശ്വരനും തമ്മിൽ ഭേദബുദ്ധി സ്വീകാര്യമല്ല. അത് ഉറപ്പിച്ചു. അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയം വരുന്നു. ആ സംശയം അടുത്ത പ്രാവശ്യം. വളരെ നല്ലൊരു ഭാഗമാണ് ആ അവസാനത്തെ നിർണയ ഭാഗം. ഇവിടെ നാള് എഴുതാൻ പറഞ്ഞില്ലേ? അത് അറിയണമല്ലേ? അതിന്റെ മനസ്സിലാക്കേണ്ടത് പഞ്ചീകരണം ഒരു ഇപ്പോ ആകാശം ആകാശം എന്നുള്ളതിന്റെ പകുതി അല്ലേ? പകുതിയായി. എന്നിട്ടോ മറ്റ് ഇതര ഭൂതങ്ങൾ, ഏത്? വായു, പിന്നെ ശബ്ദ സ്പർശ രൂപം, ഏതാ? അഗ്നി, ജലം, പിന്നെ ഭൂമി. അപ്പൊ ഇതിന്റെ എത്ര വരും? ഈ അരഭാഗത്തിന്റെ ഇങ്ങനെ മനസ്സിലാക്കിയാല് നന്നാവും. ഏത്?